നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം അതിലെ താരങ്ങളുടെ പ്രകടനവും മറ്റുമൊക്കെ വിലയിരുത്തുന്നത് തുടരുകയാണല്ലോ. ഇപ്പോൾ ICC തന്നെ താരങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കുന്നു, പവർ റേറ്റിംഗ്സ്. ഈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ലെജൻഡ് റിക്കി പോണ്ടിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം റേറ്റ് ചെയ്തിട്ടുള്ള താരങ്ങൾ, ഈ വേൾഡ് കപ്പിലെ മികച്ച താരങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ട് കൊടുത്ത റേറ്റിംഗ് ആണ്. 5 താരങ്ങൾ നോക്കാം. 5 താരങ്ങളുടെ റേറ്റിംഗ് അദ്ദേഹം കൊടുക്കുന്നു. 5-മതുള്ളത് പാകിസ്ഥാൻ്റെ ഷൈബ്സാദ ഫർഹാനാണ്. നമുക്കറിയാം, ഈ T20 വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ്. ഷൈബ്സാദ ഫർഹാന് പവർ റേറ്റിംഗ് റിക്കി പോണ്ടിംഗ് കൊടുക്കുന്നത് 8.5 ആണ്. 10ൽ 8.5. 4-ാം സ്ഥാനത്ത് ന്യൂസിലാൻഡിൻ്റെ വെടിക്കെട്ട് താരം ടിം സെയ്ഫേർട്ട് ആണ്. ടിം സെയ്ഫേർട്ടിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 9 ആണ്. 3-മത് നമ്മുടെ പേസ് ബൗളിംഗ് മജീഷ്യൻ, വൺസ് ഇൻ എ ജനറേഷൻ ബൗളർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, ഇന്ന് ക്രിക്കറ്റിലുള്ള ഏറ്റവും മികച്ച ഓൾ ഫോർമാറ്റ് ബൗളർ, വേൾഡ് കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം ജസ്പ്രീത് ബുംറ. ബുംറയ്ക്ക് റേറ്റിംഗ് 9.5. രണ്ടാമത് അതേ റേറ്റിംഗ് ആണ്, പക്ഷേ രണ്ടാമത് ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ 2-ാം സ്ഥാനം കൊടുക്കുന്നു സഞ്ജു സാംസൺ. യെസ്, വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം നേടിയ സഞ്ജു, ടീം ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ നിസ്തുലമായ പങ്ക് വഹിച്ച സഞ്ജു. ക്വാർട്ടർ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലെത്തിച്ച് പുറത്താകാതെ നിന്ന സഞ്ജു, സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമ്പോൾ 89 റൺസിൻ്റെ മാസ്മരിക് ഇന്നിങ്സ് കളിച്ച സഞ്ജു, ഫൈനലിൽ ന്യൂസിലാൻഡിനെ തകർക്കുമ്പോൾ അതുപോലൊരു 89 റൺസിൻ്റെ മാന്ത്രിക പ്രകടനം നടത്തിയ സഞ്ജു. ആ സഞ്ജു സാംസണാണ് 2-ാം സ്ഥാനത്ത്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 9.5 ആണ്. കളിയിൽ ഏറ്റവും അധികം റേറ്റിംഗ്, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഇപ്പോൾ റിക്കി പോണ്ടിംഗ് കൊടുക്കുന്നു ഇംഗ്ലീഷ് താരം വിൽ ജാക്സന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 10ൽ 10 ആണ്. അപ്പോൾ ഇതാണ് പവർ റേറ്റിംഗ് ആയിട്ട് ICC തന്നെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിക്കുന്നത്. നമ്പർ 1 വിൽ ജാക്സ് 10ൽ 10, 2 സഞ്ജു സാംസൺ 9.5, 3 ജസ്പ്രീത് ബുംറ 9.5, 4 ടിം സെയ്ഫേർട്ട് 9, 5 ഷൈബ്സാദ ഫർഹാൻ 8.5. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.